നമസ്കാരം. ഇന്നും ദുരൂഹമായി തുടരുന്ന ഒരു കേസാണ് കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് ഇതുവരെയും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ അറിയുന്നവർ, അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ ഒന്നടങ്കം പറയുന്നുണ്ട് ഒരിക്കലും നവീൻ ബാബു ആത്മഹത്യ ചെയ്യില്ല എന്ന്. അതൊരു കൊലപാതകമാണ് എന്ന നിലപാടിലാണ് കുടുംബം ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ അതിന്റെ പ്രതികളെ കണ്ടെത്താനും അത് ആര് ചെയ്തു, എന്തിനു ചെയ്തു എന്ന് വ്യക്തമായി തെളിയിക്കണം എന്ന നിലപാടിൽ തന്നെയാണ് കുടുംബം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ കൊണ്ടാൽ ആവുന്ന വിധം അവർ എല്ലാത്തിനും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയിരിക്കെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ളത്. അതായത് വിജിലൻസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് TV പ്രശാന്തൻ ADMന് കൈക്കൂലി കൊടുത്തതിനായിട്ട് തെളിവ് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ നേരെ മറിച്ച് പോലീസിന്റെ റിപ്പോർട്ടിൽ അതിനെ സാധൂകരിക്കുന്ന മറ്റ് തെളിവുകൾ കൂടി ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെ തന്നെ ദുരൂഹതകൾ നീങ്ങുന്നില്ല. കാരണം സ്വർണം പണയം വെച്ചതു മുതൽ ADM ഈ ക്വാർട്ടേഴ്സിലേക്ക് എത്തുന്നിടം വരെയുള്ള തെളിവുകൾ പോലീസിന്റെ കയ്യിലുണ്ട്. എന്നാൽ അതിനുശേഷം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് ആർക്കും വ്യക്തമല്ല. ഒക്ടോബർ 5-ാം തീയതി TV പ്രശാന്തൻ സ്വർണം പണയം വെച്ചതിന് തെളിവുണ്ട്. ഒക്ടോബർ 6-ാം തീയതി ADMും പ്രശാന്തും 4 തവണ ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നീട് 8-ാം തീയതിയാണ് ഈ ഒരു പെട്രോൾ പമ്പിനുള്ള NOC കിട്ടുന്നത്. ഒക്ടോബർ 10-ാം തീയതി TV പ്രശാന്തൻ ഈ ADMന് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് TV പ്രശാന്തൻ്റെ ഒരു ബന്ധുവാണ് വിജിലൻസിന് ഈ ഒരു കാര്യം അറിയിക്കുന്നത്. പിന്നീട് ഒക്ടോബർ 14-ാം തീയതിയാണ് ഇപ്പോൾ വിജിലൻസുകാർ വന്നിട്ട് ഈ ഒരു TV പ്രശാന്തനെ ചോദ്യം ചെയ്യുന്നത്. എന്നാൽ TV പ്രശാന്തനെ ചോദ്യം ചെയ്ത വിവരം ഒരു കാരണവശാലും ADM അറിഞ്ഞിട്ടുമുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഒക്ടോബർ 15-ാം തീയതി യാത്രയപ്പ് ചടങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ADM ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിക്കുന്നത്? അതിലാണ് ഇപ്പോഴും വ്യക്തത തെളിയാത്തത്. ADMന്റെ മരണത്തിനു പിന്നാലെ കണ്ണൂർ ജില്ലാ കളക്ടർ അർജുൻ K. വിജയന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. കളക്ടറുടെ മൊഴിയിൽ പറയുന്ന ഒരു കാര്യം, ADM പറഞ്ഞിരുന്നു എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം, അതായത് എനിക്കൊരു തെറ്റു പറ്റിപ്പോയി എന്ന് ഒരിക്കലും ADM പറയില്ല എന്ന് തന്നെയാണ് ADMന്റെ കുടുംബം ഇപ്പോഴും ഉന്നയിക്കുന്നത്. കാരണം അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന വ്യക്തിയല്ല നവീൻ ബാബു എന്നുകൂടെ പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് കളക്ടർ ഇങ്ങനെ ഒരു മൊഴി കൊടുത്തത് എന്നും നമുക്ക് വ്യക്തമല്ല. കുടുംബം ഒന്നടങ്കം പറയുന്നത് PV ദിവ്യയെ, അതായത് ADMന്റെ മരണത്തിന് കാരണക്കാരിയായ PV ദിവ്യയെ രക്ഷിക്കാനാണ് കളക്ടറും പോലീസും ഒക്കെ ശ്രമിക്കുന്നത് എന്ന്. എന്നാൽ ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്ന ഈ ഒരു കേസിന് എത്രയും വേഗം ഒരു തെളിവ് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ADM നവീൻ ബാബു സാറിന്റെ മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്തേക്കണേ.